let's run to the rest of our lives and leave everything that we've known behind. We won't look back. Together we have everything that we'll ever need. So take my hand, all the places we'll go. Let's run away to the great unknown, to the great unknown. Oh, let's see what this love can be. Together we are wild and free. Oh, let's find all we can in this life. My greatest adventure is here by my side. So take my hand, all the places we'll go. Let's run away to the great സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവിന്റെ സംരക്ഷണം, അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവ്വശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിന്റെ സംഗീതവും എന്നെ കൊണ്ടയില്ലാതെ അശുദ്ധതയും അവിടുന്ന് നിന്റെ വെളിയിൽ നിന്നും മാരകമായ മഹാമാരിയെ രക്ഷിക്കും. തന്റെ തൂലിലുള്ള കണ്ടവനെ മറച്ചുകൊള്ളും. അവിടുത്തെ ഇഷ്ടങ്ങളിലേക്കും രാത്രിയിലേക്കും പകൽ മഹാമാരിയും നശിപ്പിക്കും. നിന്റെ ഭാഷണയായ ഒന്ന് പറഞ്ഞത് When you walked into the room, I couldn't keep my eyes off of you. Was it make-believe or was it a dream? I've been waiting all my life. Feels like I've struck a gold mine. With your hand in mine, our love came alive. We've still got the
unleashing on our wild hearts. With your hand in mine, everything is. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ അപേക്ഷകളോട് കൂടെയായിരിക്കെ മാനവവംശത്തിന്റെ വർദ്ധനമായി അങ്ങ് സ്ഥാപിച്ചതിനെ കാരുണ്യപൂർവ്വം കാത്തുപാലിക്കുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങേ പരമാധികാരത്താൽ സംയോജിപ്പിക്കപ്പെടുന്നത് അങ്ങേ സഹായത്താൽ കാത്തു രക്ഷിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ദൈവമായ കർത്താവ് ചെയ്തു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇടയെ ഞാൻ കണ്ടു. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെട്ടു. അവയ്ക്ക് മനുഷ്യൻ എന്ന് പേരെടുക്കുന്നറിയാൻ അവിടുന്ന് അവയെ അവന്റെ മുൻപിൽ കൊണ്ടുവന്നു. മനുഷ്യൻ പിടിച്ചത് അവയ്ക്ക് പേരായിരുന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ കണ്ണിലിറങ്ങിയ തുണയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢനിദ്രയിലാഴ്ത്തി. ഉറങ്ങിക്കിടന്ന അവന്റെ വാഴയിലകളിൽ നിന്ന് ഒന്നെടുത്ത ശേഷം അവിടെ മാംസം കൊണ്ട് കൂടി. മനുഷ്യരിൽ നിന്ന് എടുത്ത വാഴയിൽ കൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരിയെന്ന് വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചെയ്തു. അവർ ഒറ്റ ശരീരമായി കർത്താവിന്റെ വചനം. കർത്താവ് വാർത്തയുടെയും കാരുണ്യവാനാണ്. കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ എന്നുണ്ടായി. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. എല്ലാവരും കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളെ പാലിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ പ്രബലമാണ്. സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. അവന്റെ ഭവനം സമ്പൽ സമൃദ്ധമാകും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കും. പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശം. അവൻ ഉദാരനും കാരുണ്യവാനും നീതിനിഷ്ഠനുമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. ഉദാരമായ വായ്പ കൊടുക്കുകയും നീതിയോടെ വ്യാപരിക്കുകയും ചെയ്യുന്നവന് നന്മ കൈവരും. നീതിമാന് ഒരിക്കലും വിളക്കം തട്ടുകയില്ല. അവന്റെ സ്മരണ എന്നേക്കും നിലനിൽക്കും. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. ദുർവാർത്തകളെ അവൻ ഭയപ്പെടുകയില്ല. അവന്റെ ഹൃദയം അതെന്തിലോ കർത്താവിൽ ആശ്രയിക്കുന്നതുമാണ്. അവന്റെ ഹൃദയം അവൻ ഭയപ്പെടുകയില്ല. കർത്താവിനെ ഭയപ്പെടുന്നവൻ
അക്കാലത്ത് ഫരിസേയർ യേശുവിന്റെ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ടിരിച്ചു. എന്തെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമസിദ്ധമാണോ? അവൻ മറുപടി പറഞ്ഞു, സ്രഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുന്നു. ഇവർ ഇരുവരും ഏക ശരീരമായിരിക്കും എന്നും അവിടുന്ന് അരുളിച്ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നെ ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേർപെടുത്താതിരിക്കട്ടെ. കർത്താവിന്റെ സുവിശേഷം. പുരോഹിതന്റെയും സമൂഹത്തിന്റെയും മുമ്പിൽ വെച്ച് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായ കൂദാശയാൽ മുദ്ര ചെയ്ത് ഉറപ്പിക്കുവാനല്ലോ നിങ്ങൾ ഇന്ന് ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം ആശീർവദിക്കുന്നു. അവിടുന്ന് ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ പവിത്രീകരിച്ചിട്ടുള്ളതാണല്ലോ. ഇപ്പോഴാകട്ടെ ഒരു പ്രത്യേക കൂദാശയാൽ നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിന്റെ എല്ലാ ചുമതലകളും യഥാവിധി നിർവഹിച്ച് വസന്തം പരസ്പര വിശ്വസ്തത പാലിക്കാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭ സമക്ഷം നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. ഡെൻവർ ഷാലു, നിങ്ങൾ വിവാഹിതരാകാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടെയാണോ? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കാൻ സന്നദ്ധരാണോ? ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കാനും ക്രിസ്തുവിൻ്റെയും സഭയുടെയും പ്രബോധനമനുസരിച്ച് വളർത്താനും സന്നദ്ധരാണോ? വിവാഹ ഉടമ്പടി ചെയ്യാൻ പോകുന്ന നിങ്ങൾ വലതു കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും തിരുസഭയുടെയും മുമ്പാകെ സമ്മതം പ്രകടിപ്പിക്കുക. ആദ്യം വരണം. ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം വരെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന്
വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളുടെ സഭാ സമക്ഷം പ്രകടിപ്പിച്ച പരസ്പര സമ്മതം കർത്താവ് കാരുണ്യപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് നിങ്ങളെ സമ്പന്നരാകട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവം ഈ താലി ആശീർവദിക്കണമേ. ഇവ ഈ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇരിക്കണമേ. ദൈവമേ, പ്രസാദ വരത്തിൻ്റെ അടയാളമായ ഈ മന്ത്രകോടി ദയാപൂർവം ആശീർവദിക്കണമേ. ജ്ഞാനസ്നാനം അവസരത്തിൽ പ്രസാദ വരം വഴി ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ് ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിൻ്റെ പ്രതിബിംബനമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രം അണിയുവാൻ അനുഗ്രഹം അരുളണമേ. നിങ്ങളുടെ ആത്മാവിന്റെ ശക്തി കൊണ്ട് കർത്താവിനെ പ്രാർത്ഥിക്കുമ്പോൾ സർവലോകത്തെയും വിശേഷിച്ച് ഇന്ന് വിശുദ്ധ വിവാഹത്തിൽ ഒന്നിച്ച ഈ സഹോദരിയെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ക്രൈസ്തവ സമൂഹം മുഴുവൻ സ്നേഹത്തിലും ജീവിത വിശുദ്ധിയിലും നാൾ അഭിവൃദ്ധിപ്പെടാനായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കാനായിലെ കല്യാണ വിരുന്നിനെ വിശുദ്ധീകരിച്ച ക്രിസ്തുനാഥ, ഇന്ന് വിവാഹബന്ധരായ ഈ ദമ്പതികളെ അനുഗ്രഹിക്കുകയും അവരുടെ ഹൃദയങ്ങൾ നിർമ്മലവും ഉദാരവുമായ സ്നേഹത്തിൽ എന്നേക്കും യോജിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങയുടെ സഹായത്താൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ വിഭാഗത്തിൽ ബന്ധിതരായിരിക്കുന്ന അങ്ങയുടെ ഈ മക്കളെ തിരുക്കൺ പാർക്കണമേ. സ്വർഗത്തിലെ നിത്യാനന്ദത്തിൽ വീണ്ടും സംയോജിക്കപ്പെടുന്നത് വരെ സ്നേഹത്തിൽ വളരണം. ജീവിത ക്ലേശങ്ങളും വൈഷമ്യങ്ങളും ഒരുമിച്ച് തരണം ചെയ്യുവാൻ വേണ്ട കൃപാവരം ഇവർക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. Oh
എൻ്റെ കൂടെ ബലിയർപ്പിച്ച ഫാദർ റവി EMI അച്ഛനും കണ്ണുമാലിയിൽ നിന്നാണ്. അച്ഛൻ്റെ പേരിലും എൻ്റെ കൂടെ ബലിയർപ്പിച്ച ഫാദർ ഓസ്റ്റിൻ ഫ്രാൻസിസ് ഞങ്ങളുടെ സഭയിൽ അച്ഛൻ പ്രവർത്തിക്കുന്നു. അതോടുകൂടി ഫാദർ ചാൾസ് മാത്യു, വികാരി അച്ഛൻ ജോസി, എല്ലാവരുടെ പേരിലും ഡെൻവർ, എനിക്കും ശാലുവിനും വി വിഷ് യു ഓൾ ദി ബെസ്റ്റ്. വി ആർ ഷുവർ ഓഫ് പ്രൈസ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കാഴ്ചവെപ്പിൽ കിട്ടിയ തുക 1580 രൂപ ദാനം നൽകിയ എല്ലാവർക്കും വികാരിയച്ഛൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങ് വിരുന്നിൽ പങ്കാളികളായി തീർന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ കൂദാശയാൽ ഒന്നായി തീർന്ന ഇവർ അങ്ങയുടെ സദാ ചേർന്ന് നിൽക്കുകയും അങ്ങേ നാമം മാനവ സമക്ഷം പ്രഖ്യാപിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുക. സർവശക്തനായ പിതാവേ, ദൈവം തൻ്റെ സന്തോഷം നിങ്ങൾക്ക് നൽകുകയും സന്താനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൻ്റെ ജാതനായ ഏകപുത്രൻ ഉയർച്ചയിലും താഴ്ചയിലും നിങ്ങളെ കാരുണ്യപൂർവ്വം സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ സദാ ചൊരിയുമാറാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളോടുകൂടി. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദിവ്യ പൂജ സമാപിച്ചു. This horizon, it's shining. Seems the daylight knows this is our time now. Where we're going, these dreams we're holding. Oh, and now we know it. All the world is ours to take. You and me will find a way. Oh, the wonder that awaits. Here we are, forever starts today. This adventure we were meant for. Every day is a chance to discover. You give me reason through every season. Together we can do anything we believe in. All the world is ours to take. You and me will find a way. Oh, the wonder that awaits. Here we are, forever starts. Through it all and what we face, you and me will find a way. Oh, the wonder that awaits. Here we are, forever starts today. This horizon. Denver and Shalu, first of all, congratulations. A very simple question to you this day. How happy are you today having tied the knot? Yeah, both of them are very happy, and now the question is to everyone over here. Are you really happy for our newly wedded couple, Denver and Shalu? Yes? Really? Then നമ്മുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശംസകളും നമ്മുടെ നവവധൂവരന്മാരായ ഡെൻവറിന്റെയും ഷാലുവിന്റെയും മേൽച്ചൊരിഞ്ഞുകൊണ്ട് ഒരു ഡബിൾ സ്ട്രോങ് കൈ കൊടുക്കുക. Yes, so lovely. Thank you so much, everyone. So, Denver and Shalu, once again, congratulations. So, today you've made a new commitment. അപ്പം ഈ പുതിയൊരു ബന്ധം യേശു അവൻ്റെ സ്നേഹത്താൽ പൊതിയട്ടെ എന്ന് ആശംസിക്കുന്നു. So, on behalf of the congregation,
wishing you a very, very happy and successful married life. Yeah. So yes, distinguished guests, family members and relatives, we extend a very warm welcome to each and every one of you. തീർച്ചയായിട്ടും ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഡെൻവറും ഷാലോവുമായി ബന്ധപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും സാന്നിധ്യം ഇവർക്ക് കിടക്കുന്നത്. ഞങ്ങൾക്കറിയാം ഇവരോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ഇവരുടെ ഇമ്പോർട്ടൻ്റ് ഡേ ഇവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനായി ഇവിടെ എത്തിയിരിക്കുന്നത്. സോ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ നവവധൂവരന്മാർക്ക് ആശംസകൾ അറിയിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്ന ഏവരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Yes, and now let me introduce our newly wedded couple, a groom, Mr. Denver Michael. He is currently working as a vibration analyst, and the very beautiful bride, Shalu. She was working with Amazon. And dear friends, this wonderful day, Denver, Shalu, ഇത്ര സ്മാർട്ടായി ഇത്ര സക്സസ്ഫുള്ളായി ഇവിടെ നിൽക്കുന്നതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും ഇവരുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും ഹാർഡ് വർക്കും മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഇവരുടെ മാതാപിതാക്കൾ തന്നെയായിരിക്കും. സോ ഏറെ ബഹുമാനത്തോടും ആദരവോടും അതോടൊപ്പം തന്നെ നല്ലൊരു കൈയടിയോടും കൂടി ഡെൻവറുടെ പേരൻസായ മിസ്റ്റർ ജോസഫ് മൈക്കിളിനെയും മിസസ് മറിയ മൈക്കിളിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. So both of them, they're working as supervisors at Anveer Company in Kuwait. And now with a huge round of applause, let's welcome Shalu's parents, Mr. Ramesh and Mrs. Teresa Ramesh, to the stage. Yes, welcome Ramesh uncle, welcome Teresa auntie. So Mr. Ramesh, he is a businessman, and Mrs. Teresa Ramesh, she's a homemaker. So yes, here we have the parents of the couple. So dear parents, this wonderful day, a word with you. Success is the reason for every celebration. യഥാർത്ഥത്തിൽ ഇവിടെ ആഘോഷിക്കപ്പെടുന്നത് നിങ്ങളുടെ സക്സസ് ആണ്. നിങ്ങൾക്ക് അത് അഭിമാനിക്കാം. Can we have a huge round of applause for their parents? നല്ലൊരു കൈയ്യടി. Yes, ladies and gentlemen, a big round of applause for their wonderful parents who pushed them, edged them, and brought them up to this splendor. And yes, dear friends, we know that this occasion is not complete without their siblings. So next, may I welcome Denver's full and full strength and support his sister, Dia Michael, to the stage. Hi and welcome Minu. So Dia Michael, she is currently pursuing her MBA. So yes, here we have the two lovely families. ഇനി മുതൽ രണ്ട് ഫാമിലീസ് എന്ന് പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. Here we have this wonderful big family. So a big round of applause for this family. നല്ലൊരു കൈയടി. ഒരു സ്നാപ്പിനെ ഞാൻ ഫോട്ടോഗ്രാഫേഴ്സിന് 1 മിനിറ്റ് കൊടുക്കുകയാണ്.
gives me strength. Fantasy gets closer, looking out on my rocket ship as I fly away, away. All the bad guys out of sight, got my army by my side. Faster than the speed of light, we fly away, away. From a constellation where I'm a superhero, like I'm in an life is full of color and beautiful people who make our world magical and light up. Beautiful people, they call it supernatural and light up. Stretched to the west, passing by a shooting star down to the earth. We are heroes of our time, maybe of a different kind. No one can change our mind. We don't run away, away from a constellation where I'm a superhero, like I'm in an life is full of color and beautiful people who make our world magical and light up. Beautiful people, they call it supernatural and light up.
Yellow morning feeling up your eyes, waking up the life in me. You set my soul on fire.